പീപ്പിൾ എക്സ്ക്ലൂസീവ് യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനത്തിൽ വനിതാ നേതാവിന് അവഹേളനം. വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ ഖമറുന്നിസ അൻവറിനെ ലീഗ് സംസ്ഥാന സെക്രട്ടറി മായിൻ ഹാജി ശകാരിച്ചു. പ്രസംഗിക്കാൻ അവസരം ചോദിച്ചതിനായിരുന്നു ശകാരം. ലീഗിന്റെ ചരിത്രത്തിൽ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ മുന്നിൽ സംസാരിച്ചിട്ടില്ലെന്ന് മായിൻ ഹാജി. മായിൻ ഹാജിയുടെ ശകാര വാർത്തയുടെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. ഇത് തെറ്റാണ്. നിങ്ങൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ അപകടമാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ നിങ്ങളെ നയിക്കുന്നത്. ഞാൻ എന്റെ യൂത്ത് ലീഗുകാരോട് പറയട്ടെ, ലോകം ഇരുട്ടിലേക്ക് പോകുമ്പോ വിശ്വാസത്തിന്റെ ഗരിമ ഉയർത്തിപ്പിടിച്ച് ലീഗിന്റെ ചരിത്രത്തിലില്ലാത്ത സ്ത്രീകൾ ആണുങ്ങളോട് പ്രസംഗിക്കരുത്. അതായത് പ്രസ്ഥാനം പോലും ചെയ്യല്ല. എവിടെ എവിടെ ഏത് മീറ്റിംഗ്? യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനത്തിനിടെ കെ എം ഷാജി സംസാരിക്കുന്നതിന് ഇടെയാണ് ഖമറുന്നിസ അൻവർ സംസാരിക്കുന്നതിന് അവസരം ചോദിച്ച് മായിൻ ഹാജിയെ സമീപിച്ചത്. ഈ അവസരത്തിലാണ് മായിൻ ഹാജി ഇത്തരത്തിൽ പ്രസംഗിക്കാൻ അവസരം നൽകാതെ ലീഗിന്റെ ചരിത്രത്തിൽ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന ചരിത്രമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി PV കുട്ടൻ കൂടി ചേരുന്നുണ്ട്. കുട്ടൻ, എന്താണ് സംഭവം? നവംബർ 10, 11, 12 തീയതികളിൽ കോഴിക്കോട്ടായിരുന്നു യൂത്ത് ലീഗിന്റെ സംസ്ഥാന സമ്മേളനം നടന്നത്. 12 വൈകിട്ട് കടപ്പുറത്ത് നടന്ന സമാപന സമ്മേളനത്തിനിടെയാണ് വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ ഖമറുന്നിസ അൻവറിനെ ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മായിൻ ഹാജി അവഹേളിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ പുറത്തുവിട്ടത്. ഖമറുന്നിസ അൻവർ പ്രസംഗിക്കാൻ അവസരം ചോദിച്ചതിനെ തുടർന്നായിരുന്നു വേദിയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. കെ എം ഷാജി പ്രസംഗിക്കുന്നതിനിടെയാണ് ഖമറുന്നിസ അൻവർ, കെ എം ഷാജി ഏറ്റവും ഒടുവിലാണ് സംസാരിച്ചത്. അപ്പൊ അതിനുശേഷം സമ്മേളനം പിരിയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് അതുവരെ ഖമറുന്നിസ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷയാണ് ഖമറുന്നിസ അൻവർ. അവർ ലീഗിന്റെ പ്രധാനപ്പെട്ട വനിതാ നേതാവ് കൂടിയാണ്. അവർ അത്രയും നേരം വേദിയിലുണ്ടായിരുന്നു. എന്നാൽ ഖമറുന്നിസ അൻവറിനെ സംസാരിക്കാൻ അനുവദിക്കാതെ അവരെ അവഗണിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ചടങ്ങിന്റെ ഏറ്റവും ഒടുവിൽ തനിക്ക് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഖമറുന്നിസ അൻവർ ഡയസിനടുത്തേക്ക് എത്തിയത്. ആ ഘട്ടത്തിൽ മായിൻ ഹാജി, ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി MC മായിൻ ഹാജി ഖമറുന്നിസ അൻവറിനെ തടയുകയായിരുന്നു. അതിനെ തടയുകയും അതിനുശേഷം ശകാരിക്കുകയും ചെയ്തു. ലീഗിന്റെ ചരിത്രത്തിൽ പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചിട്ടില്ലെന്നാണ് മായിൻ ഹാജിയുടെ വാദം. ഇക്കാര്യം അദ്ദേഹം ഖമറുന്നിസ അൻവറിനോട് പറയുന്നുമുണ്ട്. മുജാഹിദീൻകാർ പോലും അങ്ങനെ ചെയ്തിട്ടില്ലെന്നും ലീഗ് നേതാവ് വനിതാ നേതാവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഓഡിയോ ആണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനു ശേഷവും ഇവർ തമ്മിൽ സംസാരമുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ടായി എന്നാണ് അവിടെ നിന്നുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത യൂത്ത് ലീഗിന്റെ നേതാക്കൾ നമ്മോട് പങ്കുവച്ചത്. അതിനുശേഷവും ഖമറുന്നിസ അൻവറിന് നേരെ MC മായിൻ ഹാജി ശകാരവർഷം ഉതിർത്തിരുന്നു. അതിനുശേഷം അതിൽ വളരെ വിഷമത്തോടു കൂടിയാണ് ഖമറുന്നിസ അൻവർ അവിടെ നിന്നും വേദി വിട്ട് ഇറങ്ങിയത്. ഈ സംഭവത്തെ തുടർന്ന് വലിയ പൊട്ടിത്തെറികളും വലിയ ചർച്ചകളും മുസ്ലിം ലീഗിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയിലെ വനിതാ നേതാക്കൾ വലിയ പ്രതിഷേധത്തിലാണ്. അതുപോലെ തന്നെ യൂത്ത് ലീഗിലെ നേതാക്കളും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണുള്ളത്. ടോമി കുട്ടൻ, ദയവായി തുടരുക. ഇപ്പോൾ ശ്രീ മായിൻ ഹാജി തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മായിൻ ഹാജി, അന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനത്തിൽ താങ്കൾ പറഞ്ഞ ആ വാക്കുകളിലേക്ക് ആദ്യം പോയതിനു ശേഷം താങ്കളുടെ പ്രതികരണത്തിലേക്ക് വരാം. ഇത് തെറ്റാണ്. നിങ്ങൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ അപകടമാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ നിങ്ങളെ നയിക്കുന്നത്. ഞാൻ എന്റെ യൂത്ത് ലീഗുകാരോട് പറയട്ടെ, ലോകം ഇരുട്ടിലേക്ക് പോകുമ്പോ വിശ്വാസത്തിന്റെ ഗരിമ ഉയർത്തിപ്പിടിച്ച് ലീഗിന്റെ ചരിത്രത്തിലില്ലാത്ത സ്ത്രീകൾ ആണുങ്ങളോട് പ്രസംഗിക്കരുത്. അതായത് പ്രസ്ഥാനം പോലും ചെയ്യല്ല. എവിടെ എവിടെ ഏത് മീറ്റിംഗ്? യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനത്തിൽ കെ എം ഷാജി സംസാരിക്കുന്നതിന് ഇടയിൽ മായിൻ ഹാജിയോട് ഖമറുന്നിസ അൻവർ സംസാരിക്കാൻ അവസരം ചോദിക്കുകയും താങ്കൾ അതിന് മറുപടിയുമാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യമായി തന്നെ താങ്കളുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം എങ്ങനെയാണ്? ശ്രീ മായിൻ ഹാജി, എന്റെ അടുത്ത് അവര് സംസാരത്തിന് സമ്മതം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആ സമ്മേളനത്തിന്റെ ആരുമല്ല. ഞാൻ ആ സമ്മേളനത്തിൽ യൂത്ത് ലീഗിന്റെ സെക്രട്ടറിമാർ പങ്കെടുത്ത കൂട്ടത്തിൽ പങ്കെടുത്ത ആളാണ്. എന്റെ അടുത്ത് അവരെന്തിനു സമ്മതം ചോദിക്കുന്നു? അത് തന്നെ എന്തോ വെട്ടിച്ചമച്ചതാ. ഞാൻ പലതും തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പല കാര്യങ്ങളും എന്നോട് ചോദിച്ചപ്പോൾ അവർ പല സമയത്തും എന്നോട് സംസാരിക്കാറുണ്ട്, പലതും ഞാൻ പറയാറുണ്ട്.
ആ സമ്മേളനത്തിൽ എന്നോട് ഇത് ചോദിക്കേണ്ട കാര്യമില്ല. മായിൻ ഹാജി, ഇവിടെ ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖമറുന്നീസ അൻവർ വേദിയിൽ എണീറ്റ് വന്ന് താങ്കളുടെ അടുത്ത് സംസാരിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളുണ്ട്. താങ്കളുടെ സൗണ്ട് ആണ് ഈ ഓഡിയോയിൽ നമ്മൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നതും. ചിത്രമടക്കമാണ്. എന്താണ് അവിടെ അന്ന് സംഭവിച്ചത്? താങ്കൾ പറഞ്ഞോളൂ. എന്ത് സംസാരിക്കുന്നത്? അവിടെ അങ്ങനെ അവര് പ്രോഗ്രാമിൽ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അങ്ങനെ ഒരു വിഷയം വരുന്നത്? ആ പ്രോഗ്രാം നോട്ടീസ് എടുത്ത് നോക്കി, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ പ്രോഗ്രാം നോട്ടീസ് നോക്കുക. ഞാനതില് പിന്നെ സംസാരിക്കേണ്ട ആളല്ല, ഖമറുന്നീസ അൻവർ സംസാരിക്കേണ്ട ആളല്ല, അവിടെയുള്ള വേറെ ആളുകളൊന്നും ആ യോഗത്തിൽ സംസാരിക്കേണ്ടവരല്ല. പിന്നെ ഞാൻ ആ സമ്മേളനത്തിന്റെ ഒരു ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ആളല്ല. ശ്രീ മായിൻ ഹാജി, നോട്ടീസ് അവിടെ മാറ്റിവെച്ചാൽ നമുക്ക് മുന്നിൽ ദൃശ്യങ്ങളാണുള്ളത്, ദൃശ്യങ്ങളാണ് സംസാരിക്കുന്നത്. ദൃശ്യങ്ങൾ പല കാര്യങ്ങളും ഞാൻ സംസാരിക്കും. ദൃശ്യങ്ങളുടെ കാര്യമൊന്നുമില്ല, ഇതിന്റെ വാക്കുകൾ കൂട്ടിച്ചേർത്താന്നുള്ള എന്റെ അഭിപ്രായം. ഞാൻ പലരും ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന കാര്യം ഞാനും സംസാരിക്കേണ്ട കാര്യം തന്നെയല്ല. ഞാൻ പല കാര്യത്തിലും എന്നോട് അവർ ചോദിച്ചതിനൊക്കെ ഞാൻ പല വേദിയിൽ വെച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. ഇതിലും എനിക്കൊരു അഭിപ്രായം ഉണ്ടാവും, അത് ഞാൻ ഇവിടെ പരസ്യമായി പറയേണ്ട കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ഒരു പൊതുവേദിയിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ കാര്യമാകുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനത്തിൽ താങ്കളെ ഖമറുന്നീസ അൻവർ ഇത്തരത്തിൽ സമീപിച്ചിട്ടുണ്ടല്ലോ. എന്നെ സമീപിച്ചാൽ എന്റെ അഭിപ്രായം ഞാൻ പറയുമല്ലോ. ഞാൻ ആ സമ്മേളനത്തിന് ആരുമല്ല, എന്റെ അഭിപ്രായം ഞാൻ പറയും. ആ വേദിയിൽ അതിലില്ലാത്ത ഒരാള് അതിൽ സംസാരിക്കേണ്ടതുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഞാൻ പറയും. അതിലെന്താ ഒരു തെറ്റ്? എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണത്. സമ്മേളനത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ആരുമല്ല ഞാൻ അതിന്റെ ഔദ്യോഗിക ആളല്ല, എന്നോട് പറയേണ്ടതില്ല, അതും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ പോലും വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷയാണ് ഖമറുന്നീസ അൻവർ. ആ ഒരു സാഹചര്യത്തിൽ കൂടി അവർ ഇത്തരത്തിലൊരു അവസരത്തിനായി ചോദിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. എനിക്ക് ആ സമ്മേളനത്തിന് ഒരു കമ്മിറ്റി ഉണ്ട്, ഒരു അതോറിറ്റി ഉണ്ട്. അവര് അതിന്റെ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു സമ്മേളനം നടത്തുമ്പോ അതിന് മുൻകൂട്ടി പ്രോഗ്രാം അനുസരിച്ചല്ലേ ഇത്ര വലിയ ലക്ഷങ്ങൾ സമ്മേളിച്ച പിന്നെ ഒരു സമ്മേളനം. എങ്കിൽ പിന്നെ താങ്കൾക്ക് അത് ചൂണ്ടിക്കാട്ടിയ പോരെ? പ്രോഗ്രാം ചാർട്ട് പ്രകാരം താങ്കൾക്ക് അവസരമില്ല. പക്ഷെ താങ്കൾ പറഞ്ഞത് എന്താ? ലീഗിന്റെ ചരിത്രത്തിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ആരോടും പറയും. ലീഗിന്റെ ചരിത്രത്തിൽ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ മുന്നിൽ സംസാരിച്ചിട്ടില്ല എന്നൊരു മറുപടിയാണ് താങ്കൾ അവിടെ നൽകിയത്. ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളത് പ്രസക്തമല്ല. അതിന്റെ അതോറിറ്റി അല്ലാത്ത ഒരാൾ എന്ത് പറഞ്ഞു എന്നുള്ളത് പ്രസക്തമാണോ ആ സമ്മേളനത്തിന്? അത് പിന്നെ ഒരു പ്രസക്തമല്ലല്ലോ. അതിന്റെ അതോറിറ്റി അല്ലാത്ത ഒരാൾ എന്ത് പറഞ്ഞു എന്നുള്ളത് പ്രസക്തമല്ല. പിന്നെ അത് മാത്രമല്ല, അത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി അനുസരിച്ച് നടക്കുന്ന പരിപാടിയുമാണ്. പിന്നെ ഈ ഒരു വാചകത്തിന്റെ പോലും ആവശ്യമില്ല അവിടെ. എന്നോട് അഭിപ്രായം ചോദിച്ചാൽ എനിക്ക് അതിൽ അഭിപ്രായങ്ങളുടെ പല കാര്യങ്ങളിലും. മായിൻ ഹാജി, ദയവായി തുടരുക. ഇപ്പോൾ ഖമറുന്നീസ അൻവർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ഖമറുന്നീസ അൻവർ, അന്ന് എന്താണ് യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചത്? എനിക്കതിനെപ്പറ്റി വലുതായൊന്നും പറയാനില്ല. ഞാൻ എന്നെ വിളിക്കുന്ന വെച്ച് കാത്തിരുന്നു, അത്രേ ഉള്ളൂ. ശ്രീമതി ഖമറുന്നീസ അൻവർ, ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ഒരു താങ്കൾ പ്രതികരിക്കാതെ ഇരുന്നിട്ട് അതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല? അല്ല, എനിക്കൊന്ന് സംസാരിക്കാൻ വിളിച്ചാൽ ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഒരു നല്ലൊരു യൂത്ത് ലീഗിനെ ഒരു പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ അവസരം കിട്ടിയില്ല, അത്രേ ഉള്ളൂ. അന്ന് മായിൻ ഹാജിയോട് അതാ ലേറ്റ് ആയി പോയിരുന്നു. 10 മണി വരെയുള്ളൂ മീറ്റിംഗ് എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ പോലീസ് സമ്മതിക്കില്ല എന്നുള്ള ഒരു എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെപ്പറ്റി എനിക്ക് അത്ര വലിയ വിരോധമൊന്നുമില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി വലിയ പരാതിയില്ല. ശ്രീമതി ഖമറുന്നീസ അൻവർ, ഇത്തരത്തിലൊരു പൊതുവേദിയിലാണ് താങ്കൾ സംസാരിക്കാൻ അവസരം ചോദിച്ച് ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ മായിൻ ഹാജിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നൽകിയ ഒരു മറുപടി എങ്ങനെയായിരുന്നു? ഞാൻ മായിൻ ഹാജിനെ സമീപിച്ചിട്ടില്ല. ഞാൻ കോട്ടയെന്ന് ചോദിക്കാൻ അങ്ങോട്ട് പോയി. ഞാൻ അവസരം കിട്ടുമെന്ന് വിചാരിച്ച് കാത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ശരിയാണ്. ഞാൻ അതുവരെ കാത്തിരുന്നത് എന്നെ വിളിക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാ. ലാസ്റ്റ് വരെ കാത്തിരുന്നിരുന്നു. താങ്കൾ പിന്നെ എന്താണ് മായിൻ ഹാജിയോട് ചോദിച്ചത്? അതല്ല, എന്താ വിളിക്കാഞ്ഞെന്ന്, ഞങ്ങൾക്ക് ഒരു അവസരം തന്നില്ല എന്നുള്ളൊരു
ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ അതങ്ങനെ പോയി. എനിക്ക് അതിനെപ്പറ്റി വലിയ പരാതിയൊന്നുമില്ല. അപ്പോഴാണോ അദ്ദേഹം ഈ മറുപടി നൽകിയത്? എന്ത് മറുപടി? തീർച്ചയായിട്ടും ആ വാക്കുകളിലേക്ക് പീപ്പിൾ TV വീണ്ടും പോവുകയാണ്. അന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാവുന്നതാണ്. KM ഷാജി സംസാരിക്കുന്നതിന് ഇടയിലാണ് ഖമറുന്നീസ അൻവർ ഇത്തരത്തിൽ മായിൻ ഹാജിയോട് പ്രസംഗിക്കാൻ അവസരം ചോദിച്ച് KM ഷാജി പ്രസംഗിച്ച ഉടനെയാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. അപ്പൊ പിന്നെ ഇനി ഉണ്ടോന്ന് അപ്പൊ അപ്പോഴേക്ക് സമയം കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതിന് അവസരം തീർച്ചയായിട്ടും ആ വാക്കുകളിലേക്ക് പോയതിനു ശേഷം ശ്രീമതി ഖമറുന്നീസ അൻവർ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. നിങ്ങൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ അപകടമാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ നിങ്ങളെ നയിക്കുന്നത്. ഞാൻ എന്റെ യൂത്ത് ലീഗുകാരോട് പറയട്ടെ, ലോകം ഇരുട്ടിലേക്ക് പോകുമ്പോ വിശ്വാസത്തിന്റെ ഗരിമ ഉയർത്തിപ്പിടിച്ച് ലീഗിന്റെ ചരിത്രത്തിലില്ലാത്ത സ്ത്രീകൾ ആണുങ്ങളോട് പ്രസംഗിക്കരുത്. അതായത് പ്രസ്ഥാനം പോലും ചെയ്യല്ല. എവിടെ എവിടെ ഏത് മീറ്റിംഗ്? ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അന്ന് അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. ഇനി താങ്കൾക്ക് പറയാം ശ്രീമതി ഖമറുന്നീസ അൻവർ. അല്ല, അതാ ഞാൻ പറഞ്ഞു, എനിക്ക് അതിനെപ്പറ്റി പരാതിയില്ല. പരാതിയുടെ കാര്യമല്ല ശ്രീമതി ഖമറുന്നീസ അൻവർ. താങ്കൾ ഒരു പൊസിഷൻ അവിടെ ഉള്ള ആളാണ്. അത്തരത്തിൽ തന്നെ ഒരു പൊതുവേദിയിൽ സംസാരിക്കാൻ അവസരം ചോദിക്കുമ്പോൾ താങ്കളോട് ഉള്ള പ്രതികരണം ഇങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പറയാൻ അങ്ങോട്ട് ഷാജി സംസാരിച്ചു കഴിഞ്ഞപ്പോ തന്നെ മണി 10 കഴിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ എന്നെ വിളിച്ചില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ വിളിക്കുന്നു വിചാരിച്ചിട്ടാണ് അത് അത്ര നേരം കാത്തിരുന്നത്. അത് താങ്കൾ സംസാരിക്കാൻ അവസരം ചോദിച്ചു. അതിന് ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ മായിൻ ഹാജി അവസരം നൽകിയില്ല. ഇതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച വാദം എന്ന് പറയുന്നത് ലീഗിന്റെ ചരിത്രത്തിൽ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ മുന്നിൽ സംസാരിച്ചിട്ടില്ല എന്നാണ്. ശരിയല്ലേ? എനിക്കതിനെ പറ്റിയൊന്നും പറയാനില്ല. ഞാൻ ഒരു വിവാദത്തിനില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. താങ്കളുടെ മറുപടിയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. എല്ലാം വീണ്ടും മായിൻ ഹാജിയിലേക്ക് തന്നെ പോകുന്നു. മായിൻ ഹാജി, പറഞ്ഞോളൂ, എന്താണ് പറയാനുള്ളത്? എനിക്കെന്ത് പറയാന്? ഞാൻ ആ സമ്മേളനത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ആരുമല്ല. ആ സമ്മേളനം വ്യക്തമായ ഒരു പ്രോഗ്രാം അനുസരിച്ച് നടന്നതാണ്. അതിന് വ്യത്യസ്തമായി 3 ദിവസത്തെ ഒരു ഷെഡ്യൂളിലും അതിന് പ്രോഗ്രാമിൽ പറഞ്ഞതിന് വ്യത്യസ്തമായ ഒരു സംഗതി നടന്നിട്ടില്ല. പിന്നെ ഞാൻ അതിന്റെ അതോറിറ്റി അല്ല. എന്നോട് വ്യക്തിപരമായ ആര് ചോദിച്ചാലും എനിക്ക് ഓരോ കാര്യത്തിലും വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞേക്കും. ചിലത് പറഞ്ഞിട്ടുണ്ടാവും, ചിലത് പറയാതിരിക്കും. ചിലത് സംഘടനയുടെ കാര്യം ചോദിക്കേണ്ടത് അക്കാര്യത്തിൽ സ്റ്റേജ് അവിടെ ഒരു പ്രോഗ്രാം കമ്മിറ്റി ഉണ്ട്, അവരോടാണ് ചോദിക്കേണ്ടത്. അല്ല മായിൻ ഹാജി, ഒരു സംശയം വരികയാണ്. താങ്കൾ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗമല്ല എന്നിരിക്കെ തന്നെ അത് ഖമറുന്നീസ അൻവറിനും അറിയുന്നുണ്ടാവും. പിന്നെ ഏത് സാഹചര്യത്തിലാണ് താങ്കളെ സംസാരിക്കാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമീപിക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു? താങ്കൾക്ക് അതിനുള്ള ഒരു ഞാൻ അതിന്റെ ഒരു റോളുള്ള ആളല്ല. ആ സ്റ്റേജിൽ, ആ സമ്മേളനത്തിന്റെ സ്റ്റേജിൽ ഞാൻ പ്രാസംഗികനോ അതല്ലെങ്കിൽ പ്രോഗ്രാം കമ്മിറ്റിയോ അതല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ യൂത്ത് ലീഗ് സംഘടനയുടെ ഭാരവാഹിയോ അല്ലാത്ത എന്നോട് ആ സ്റ്റേജിൽ എന്ത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവ് എനിക്ക് പറയാൻ കഴിയില്ല. അന്ന് ഖമറുന്നീസ അൻവർ താങ്കളോട് അൻവർ പലപ്പോഴും എന്നോട് പല കാര്യങ്ങൾ പലപ്പോഴുമല്ല, അന്നത്തെ ആ യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനത്തിൽ നടന്ന സ്പെസിഫിക് കാര്യത്തെ കുറിച്ചാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. ഞാനും അവരും കൂടിയും അവർ പറഞ്ഞല്ലോ, എന്റെ അടുത്ത് പോട്ടെ എന്നാ ചോദിച്ചതെന്ന് അവർ പറഞ്ഞല്ലോ. അപ്പൊ അത് കാട്ടി നിങ്ങൾ എന്തെങ്കിലും സൃഷ്ടിച്ചെടുക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാൻ? എനിക്ക് അതിലൊരു എന്ത് പറയാനാ? അത് നിങ്ങളെ ധർമ്മം. എല്ലാം എന്താ അതിന്റെ പ്രോഗ്രാം കമ്മിറ്റി ഞാനല്ല. ആ യൂത്ത് ലീഗ് എന്ന സംഘടനയുടെ ഭാരവാഹിയത് ഞാനല്ല. ആ ലീഗിന് അതിൽ ആ സമ്മേളനത്തിന്റെ പ്രോഗ്രാം തയ്യാറാക്കിയത് ലീഗ് ആയിട്ട് ഉത്തരവാദിത്വമൊന്നുള്ളതല്ല. അത് ലീഗിന്റെ പ്രസിഡന്റ്, സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ട് അത് കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പ്രോഗ്രാം തയ്യാറാക്കി ആ പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ നിശ്ചയിച്ച് അച്ചടിച്ചിറക്കിയത്, നിങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ടല്ലോ. അതിലപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് കത്തിച്ചിട്ടും കാര്യമില്ല. അത്ര വലിയ അത്യുജ്വലമായ സമ്മേളനം കോഴിക്കോട്ട് ചരിത്രത്തിൽ നടന്ന ജനക്കൂട്ടം, അതിന്റെ പൊലിമ കെടുത്താനുള്ള പല ശ്രമങ്ങളുടെ ഭാഗമായി പലതും നടക്കും. അതൊക്കെ ഞങ്ങൾ കാണുന്ന, ഞങ്ങളിതൊക്കെ കഴിഞ്ഞ 70 കൊല്ലമായി കണ്ടുവരുന്നതാ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ശ്രീ മായിൻ ഹാജി, 70 കൊല്ലമായിട്ട് ഞങ്ങൾ കണ്ടുവരുന്ന
പല തരത്തിലും ഓരോ കാലഘട്ടത്തിൽ ഉള്ള സംവിധാനം ഉപയോഗിച്ച് ഞങ്ങൾ ഏതെല്ലാം തരത്തിൽ ഞങ്ങളുമായി ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഓരോ ആ കാര്യത്തിനൊക്കെ അതിജീവിച്ച് വന്നവരാ. ഇനിയിപ്പോ നിങ്ങളെ കുറെ ദിവസത്തെ സമയത്തിന് ചെലവാക്കിയാലും അതിനെയും അതിജീവിക്കാൻ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞിട്ടല്ല ഞങ്ങളെ പിന്നാലെ ആളുകൾ അണിയറുന്നത്, നിങ്ങളെ പ്രചാരണം കൊണ്ടുമല്ല ഞങ്ങളെ പിന്നാലെ ആളുകൾ അണിയറുന്നത്. നിങ്ങളെ സമ്മേളനത്തിന്റെ അന്നത്തെ കോഴിക്കോട്ടെ ചരിത്രത്തില് ഒരു മഹാസംഭവം പോലെ നടന്ന ആ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ പോലും നിങ്ങൾ വളരെ ലിമിറ്റ് ചെയ്തല്ലേ കൊടുത്ത് മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നതായാണ് മായൻഹാജി. വിഷയത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കല്ലേ. യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനത്തിൽ അന്ന് വനിതാ നേതാവായ ഖമറുന്നീസ അൻവറിനോട് താങ്കൾ പറഞ്ഞത് എന്താണ്? താങ്കളോട് ഖമറുന്നീസ അൻവർ ചോദിച്ച ചോദ്യം എന്താണ്? അതിന് താങ്കൾ നൽകിയ മറുപടി എന്താണ്? ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ താങ്കൾക്ക് ഏതായാലും ഓർമ്മ വന്നു കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ പലപ്പോഴായിട്ട് പല സംഗതികളും സംസാരിക്കാറുണ്ട്, ഇനിയും സംസാരിക്കും. എന്നോട് ചോദിക്കുന്നതിന് വ്യക്തിപരമായ മറുപടി കൊടുക്കും. അതൊന്നും നിങ്ങളുമായി പങ്കുവെക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. യൂത്ത് ലീഗിന്റെ വേദിയിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറല്ല ഞാൻ. പ്രോഗ്രാം കമ്മിറ്റിയിൽ ഒരു അംഗം പോലും അല്ല, അതിന്റെ അതോറിറ്റി അല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാമിനെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒരു മറുപടി എനിക്ക് പറയാൻ പറ്റൂല. ഞാൻ അതിന്റെ ആളല്ല. എന്തിനാണ് ആയിക്കോട്ടെ. ശ്രീ മായൻഹാജി, താങ്കൾ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗമായിരിക്കില്ല. പ്രോഗ്രാം ചാർട്ട് ചെയ്ത പ്രകാരം ഖമറുന്നീസ അൻവറിന് സംസാരിക്കാൻ അവസരവും ഉണ്ടാകില്ല. ആയിക്കോട്ടെ, താങ്കളോട് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു അവസരം ചോദിച്ച് ശ്രീമതി ഖമറുന്നീസ അൻവർ സമീപിക്കുന്നു. താങ്കൾ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ, വ്യക്തിപരമാണെങ്കിൽ കൂടി? ഞാൻ എന്ത് പറഞ്ഞില്ല എന്നുള്ളത് ഞാൻ മീഡിയയുമായി ഇപ്പോൾ പങ്കുവെക്കേണ്ടതില്ല. അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. ജനാധിപത്യ രാജ്യമല്ലേ. എനിക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പറയാൻ എനിക്ക് എന്താ തെറ്റ്? എന്റേതായിട്ടുള്ള അഭിപ്രായം അവരോട് പറയുന്നതിൽ പബ്ലിക്കിനോടാണ് ഞാൻ പറയുന്നത്. അവരെന്നോട് ചോദിച്ചാൽ വ്യക്തിപരമായ എന്റെ അഭിപ്രായം ഞാൻ അവരോട് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ അവിടെ അത് പ്രസക്തമല്ല, അവിടെ ഞാൻ ആളല്ല അതിന്റെ. വളരെയധികം നന്ദി ശ്രീ മായൻഹാജി. ഒപ്പം തന്നെ ശ്രീമതി ഖമറുന്നീസ അൻവർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും മായൻഹാജിയുടെയും ഖമറുന്നീസ അൻവറിന്റെയും വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, പറയാതെ പറഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ബിന്ദു കൃഷ്ണ കൂടി ചേരുന്നുണ്ട്. ബിന്ദു കൃഷ്ണ, എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ? ഞാനിപ്പോ കൈരളിയിലാണ് ഈ വാർത്ത കേൾക്കാനിടയായത്. സ്വാഭാവികമായും സംഘടനയുടെ കാര്യങ്ങളിൽ നടക്കുന്ന ആഭ്യന്തര കാര്യങ്ങളിൽ പൊതുവെ നമ്മളാരും അഭിപ്രായം സാധാരണഗതിയിൽ അതത് സംഘടനയുടെ ആഭ്യന്തര കാര്യമെന്ന് പറയാൻ കഴിയും. പക്ഷേ ഒരു കാരണവശാലും വനിത ആയതുകൊണ്ട് മാത്രം അവസരം നിഷേധിക്കപ്പെട്ടുവെങ്കിൽ നിശ്ചയമായും അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാതെ സംഘടനാപരമായ കാര്യങ്ങൾ, സംഘടനാപരമായ ചിട്ടവട്ടങ്ങളിൽ ഓരോ പദവികൾക്കനുസരിച്ച് പ്രസംഗിക്കാൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പദവിയിൽ അല്ലാത്തവരാണ് എങ്കിൽ, യൂത്ത് ലീഗിന്റെ സമ്മേളനമാകുമ്പോൾ യൂത്ത് ലീഗിന്റെ ആളുകൾക്ക് കൂടുതലും പിന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും ആണ് എങ്കിൽ അവരുടെ ആഭ്യന്തര കാര്യത്തിൽ നമുക്ക് ആർക്കും പുറത്തുനിന്ന് ഒരാൾക്ക് ഇടപെടാൻ കഴിയില്ല. അത് ആ പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് വനിത ആയതുകൊണ്ട് മാത്രം അധിക്ഷേപിക്കപ്പെട്ടുവെങ്കിൽ നിശ്ചയമായും അത് പ്രതിഷേധാർഹമാണ്. പക്ഷെ അവിടെയും ഒരു ക്ലോസ് ഉണ്ട്. പരാതിക്കാരിക്ക് പരാതി ഉണ്ടെങ്കിൽ അതും കൂടി പ്രസക്തമാണ്. പക്ഷെ ഇതിനോടൊക്കെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷം ഏതാണ്ട് എല്ലാം തന്നെ അതിന് വ്യത്യസ്തത ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലേക്കാണ് പോകുന്നത്. വനിതകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനം പ്രസംഗിക്കുവാനും അല്ലെങ്കിൽ പേരിന് വേണ്ടി ഒരാൾ ആ നിലയിലേക്ക് എണ്ണത്തിൽ കൂടുതലുള്ളവർ, ജനസംഖ്യയിൽ എണ്ണത്തിൽ പകുതിയിൽ കൂടുതൽ സ്ത്രീകളാണ് എങ്കിലും ആനുപാതികമായ പ്രാതിനിധ്യം സ്ത്രീക്ക് ഒരു സ്ഥലത്തും കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. ആ സത്യം ഇനി മാറേണ്ടതാണ്. പകുതി ആകാശത്തിനും പകുതി ഭൂമിക്കും ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നേരവകാശികളാണ് സ്ത്രീകൾ എന്ന നിലയിൽ. അവർക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അവകാശം ഉണ്ടാകേണ്ടതാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇവര് വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷയാണ്, ഒരു സമുന്നതമായ പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തി. ഈ പറയുന്നത് പോലെ തന്നെ പ്രോഗ്രാം ചാർട്ട് പ്രകാരം അവർക്ക് സംസാരിക്കാൻ അവസരമില്ലെങ്കിൽ കൂടി അവർ സമീപിക്കുമ്പോൾ അത് ഏറ്റവും മാന്യമായ രീതിയിൽ പറയാവുന്നതാണ്. ആ ഒരു സ്ഥാനത്താണ് ലീഗിന്റെ ചരിത്രത്തിൽ പെണ്ണുങ്ങൾ പുരുഷന്മാരുടെ മുന്നിൽ സംസാരിച്ചിട്ടില്ല എന്നൊരു മറുപടിയാണ് നൽകുന്നത് എന്നിടത്താണ് നമ്മൾ ഈ ഒരു ചർച്ചയുടെ പ്രസക്തി തന്നെ. തീർച്ചയായും അത്തരം കാര്യങ്ങളെ കുറിച്ച് തുറന്ന ചർച്ച കേരളീയ സമൂഹത്തിൽ അനിവാര്യമാണ്. പക്ഷേ അവിടെയും ഈ അനുഭവം നേരിട്ടവർ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകാതെ വരുന്ന സാഹചര്യത്തിൽ മറ്റുള്ള പ്രതികരണങ്ങളുടെ പ്രസക്തി കുറഞ്ഞു പോവുകയാണ്.
വളരെയധികം നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനത്തിൽ വനിതാ നേതാവിന് അവഹേളനം. വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ ഖമറുന്നിസ അൻവറിനെ ലീഗ് സംസ്ഥാന സെക്രട്ടറി മൈൻ ഹാജി ശകാരിച്ചു. പ്രസംഗിക്കാൻ അവസരം ചോദിച്ചതിനായിരുന്നു. ശകാരം ലീഗിന്റെ ചരിത്രത്തിൽ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ മുന്നിൽ സംസാരിച്ചിട്ടില്ലെന്നാണ് മൈൻ ഹാജി അതിന് മറുപടി നൽകിയത്. ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മൈൻ ഹാജിയും ഒപ്പം തന്നെ ശ്രീമതി ഖമറുന്നിസ അൻവറും ബിന്ദു കൃഷ്ണയും.